ടി വി പ്രസാദ്, ഇപ്പോൾ DC ബുക്സിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം, ഈ പ്രസിദ്ധീകരണം പ്രകാശന കർമ്മം മാറ്റിവെച്ചിരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ ഇതാ EP ജയരാജൻ നമ്മളോട് പറയുന്നു, ഇത് കേസിലേക്ക് പോകുന്നു, കോടതിയിലേക്ക് ഉടൻ തന്നെ നോട്ടീസ് അയക്കാൻ പോവുകയാണ്, ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയക്കാൻ പോവുകയാണ്. താൻ അങ്ങനെ എഴുതിയിട്ടില്ല, ഒരു കരാറും ഒരിടത്തും ഒപ്പുവെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ DC ബുക്സ് വെട്ടിലാവുകയാണോ ടി വി പ്രസാദ്? ഉറപ്പായും അരുൺ, ഇനിയിപ്പോൾ ഈ പുസ്തകം പുറത്തിറങ്ങിയാൽ തന്നെ അതതിന്റെ വിശ്വാസ്യതയെ ബാധിക്കും എന്നുള്ളതാണ് പറഞ്ഞതാണ് അതിന്റെ പോയിന്റ്. പുറത്തിറങ്ങാൻ കഴിയില്ല, കേസ് കൊടുത്താൽ താനൊരു കരാർ പുറത്തിറങ്ങാൻ കഴിയില്ല. അതാണ് ഇനിയിപ്പോൾ പുസ്തകം ഇറങ്ങിയാൽ തന്നെയും നേരത്തെ അരുണ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് പുസ്തകം ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് അതിന്റെ ഗ്രന്ഥകർത്താവും പറയണമല്ലോ ഇതെന്റെ പുസ്തകമാണെന്ന്. പക്ഷേ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഗ്രന്ഥകർത്താവെന്ന് DC പറയുന്ന, അല്ലെങ്കിൽ ഇത് പുറത്തുവിട്ടവർ പറയുന്ന EP ജയരാജന്റേതായി വന്ന ഉള്ളടക്കം EP ജയരാജൻ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ഉള്ളടക്കം തന്റെ പേരിൽ അതിലില്ല എന്ന് EP ജയരാജൻ പറഞ്ഞാൽ എങ്ങനെ ഇനി ആ പുസ്തകം ഇറക്കാൻ കഴിയും അരുൺ? ഇനി ആ പുസ്തകം ഇറക്കിയാൽ തന്നെ അത് വായിക്കുന്നവരുടെ വിശ്വാസ്യത എത്രത്തോളമായിരിക്കും? ഇത് പുസ്തകം പുറത്തു വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിവാദമെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയെങ്കിലും പറയാം. അതായത് ചിലപ്പോൾ വലിയ വാർത്തകളായി വരുമ്പോൾ ചില നേതാക്കളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വളച്ചൊടിച്ചതാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ ബൈറ്റ് കൊടുക്കുന്നത് അവർ തന്നെയാണ് എന്നതാണ്. അതിനുശേഷമാണ് അവർ പറയുന്നത്. സ്വാഭാവികമായി പുസ്തകമിറക്കുമ്പോഴും അതേ രീതിയിൽ തന്നെ നമുക്കതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം പുസ്തകം ഇറങ്ങുന്നത് വരെയെങ്കിലും ആ പുസ്തകം തന്റെ കുഞ്ഞാണെന്ന് ഗ്രന്ഥകർത്താവ് പറയാതെ എങ്ങനെയാണ് ആ പുസ്തകം പുറത്തിറക്കാൻ കഴിയുക എന്ന ചോദ്യമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം അത് DCയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന രീതിയിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ഇത് മാറ്റിവെച്ചത്. പക്ഷേ അതിലൊരു EP ജയരാജന്റെ മറുപടി കേൾക്കുമ്പോൾ അരുൺ, എനിക്ക് തോന്നുന്നത് എന്തായാലും DCയുമായി എന്തോ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അത് കരാറിലെത്തിയിരുന്നോ ഇല്ലയോ എന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ കരാർ രേഖകൾ പുറത്തുവിടേണ്ടത് EP ജയരാജനാണ്, അതല്ലെങ്കിൽ DC ആണ്. അവരുടെ ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. DC ബുക്സുമായിട്ട് മാത്രമല്ല, മാതൃഭൂമിയുമായും അവിടുത്തെ ശ്രീ ശശിയുമായും അദ്ദേഹം ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതിൽ ഏത് പ്രസാധക സംഘത്തിന് കൊടുക്കണമെന്ന് താൻ തീരുമാനിച്ചിട്ടില്ല. DC ബുക്സും ആവശ്യപ്പെട്ടിട്ടുണ്ട്, മാതൃഭൂമി ബുക്സും ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൻ എഴുതി തീർന്നിട്ടില്ല, എഴുതി തീരാത്ത ആത്മകഥ എങ്ങനെയാണ് താൻ കൊടുക്കുക എന്നാണ് EP ജയരാജൻ ചോദിക്കുന്നത്. പുസ്തകത്തിന്റെ തലക്കെട്ടിട്ടില്ല, അധ്യായങ്ങൾ വേർതിരിച്ചിട്ടില്ല, പുസ്തകത്തിന്റെ മുഖചിത്രം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്തിനേറെ ഇത് DC ബുക്സ് പ്രസിദ്ധീകരിക്കണമെന്നുള്ള കരാറിൽ താൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ DCന് പ്രതിരോധത്തിലാവാൻ പോകുന്നത്, എഴുതി ഒപ്പിട്ടിരിക്കുന്ന ഒരു കരാർ DCക്ക് ഇല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ള ഉറപ്പ് മാത്രമാണ് DCക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് EP ജയരാജന് വളരെ എളുപ്പം കോടതിയിൽ ചോദ്യം ചെയ്യാം. താൻ അന്തിമാനുമതി കൊടുക്കാത്ത ഉള്ളടക്കം പുറത്തു വന്നതിൽ EP ജയരാജന് അതുമായി ബന്ധപ്പെട്ടും കേസ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ DC ബുക്സ് പ്രതിരോധത്തിലാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ DC ബുക്സുമായിട്ട് ചർച്ച നടത്തിയിരുന്നു, അത് മാതൃഭൂമി ബുക്സുമായിട്ടും EP ജയരാജൻ ചർച്ച നടത്തിയിരുന്നു എന്നത് വ്യക്തമാണ്. പക്ഷേ ഏതു പ്രസാധക സംഘത്തെ ഏൽപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. മാത്രവുമല്ല, താൻ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നോക്കൂ, നീലേശ്വരം വെടിക്കെട്ടടക്കം ഇതിൽ പരാമർശിക്കുന്നുണ്ട്, ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പരാമർശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത കാലത്താണ് ആ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അത് പൂർണ്ണമാക്കിയിട്ടില്ല, 200ഓളം പേജുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തിരക്കിട്ട് DC ബുക്സ് നടത്തിയൊരു നീക്കം പിഴച്ചുപോയി എന്ന നിലയിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. കാര്യം തിരഞ്ഞെടുപ്പ് കാലത്ത് വിവാദമായാൽ മാത്രമേ ആ പുസ്തകത്തിന്റെ സർക്കുലേഷൻ കൂടൂ എന്നതാണ് ഇതിന്റെ മാർക്കറ്റിംഗ് തന്ത്രം. ഒരു പക്ഷേ ഇങ്ങനെ DC ബുക്സിന് കിട്ടുമെന്ന് കരുതി മുൻപേ എറിഞ്ഞതാകാനും വഴി ഇതിൽ ഇനി കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് DC ബുക്സും EP-യുമാണ്. അങ്ങനെ EP-യുമായി ഒരു കരാർ DC ബുക്സ് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് DC പുറത്തുവിടണം. അതല്ലെങ്കിൽ EP-യുടേതല്ലാത്ത ആത്മകഥ എന്ന് പറയുന്ന വാദം നിലനിൽക്കുമല്ലേ ടി വി പ്രസാദ്? ഉറപ്പായും അരുൺ, അതുതന്നെയാണ് അതിലൊരു പോയിന്റ്. ഇനിയിപ്പോൾ ഇത് വ്യക്തമാക്കേണ്ടത് DCയും അതുപോലെ തന്നെ EP ജയരാജനും തന്നെയാണ് എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ തലേ ദിവസം ഇതിൽ എനിക്ക് ഇപ്പോഴും മാറാത്ത ഒരു സംശയമുണ്ട് അരുൺ. അതിലൊരു മറുപടി അരുൺ തരാൻ പറ്റുമോ എനിക്കെന്ന് അറിയില്ല. അതായത് ഏതാണ്ട് 13 മണിക്കൂർ മുമ്പെയാണ്
DC ഇങ്ങനെ ഒരു EP ജയരാജന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന ആദ്യ പോസ്റ്റ് ഇടുന്നത്. അതായത് ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടി ആയിരിക്കണം, നമുക്ക് കൃത്യസമയം അറിയില്ല. അങ്ങനെയെങ്കിൽ ഉറപ്പായും ഇന്നലെ രാത്രി തന്നെ ഈ കാര്യം EP ജയരാജൻ അറിഞ്ഞിട്ടുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ രാവിലെ 10:30 പ്രസിദ്ധീകരിക്കും എന്ന നിലയിലുള്ള വാർത്തകളും പുറത്തുവന്നു. ആ വാർത്തകളും പുറത്തു വന്ന സമയത്തും അത് അടിയന്തരമായി തടയാനുള്ള, നിയമപരമായി തടയാനുള്ള എന്തിടപെടൽ നടത്തിയിട്ടുണ്ടാകും എന്ന കാര്യത്തിലും നമുക്കിതുവരെയും വ്യക്തതയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സാഹചര്യത്തിൽ 10:30 ഈ പുസ്തകം ഇറക്കിയാൽ അതിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നു ആ ഉള്ളടക്കം എന്റേതല്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ അത് DCക്ക് വലിയ തിരിച്ചടിയാകും എന്ന കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ തന്നെ എങ്ങനെ DCക്ക് ഈ ഉള്ളടക്കം വെച്ച് ഈ പുസ്തകം പുറത്തിറക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ EP ജയരാജൻ തന്നെ പരസ്യമായി വന്ന് ഇത് പറയേണ്ടിയിരിക്കുന്നു എന്നതാണ്. ഇതെന്റെ ഉള്ളടക്കമാണ്, അന്ന് തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്ന് EP ജയരാജൻ തന്നെ പറഞ്ഞാൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് വിശ്വസിച്ച് വായിക്കാനാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവൂ. അതല്ലെങ്കിൽ ഇത്തരം പ്രസിദ്ധീകരണങ്ങളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. നമ്മൾ വിഷ്വൽ മീഡിയ ആണെങ്കിൽ നമ്മൾ പല ബൈറ്റുകളും എടുക്കുമ്പോൾ അവരുടെ സംസാരമെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് അത് വളച്ചൊടിച്ചതാണെന്ന് അവർക്ക് പറയാം. പക്ഷേ പുസ്തകത്തിനെ സംബന്ധിച്ച് എവിടുന്നോ അദൃശ്യമായ സ്ഥലത്ത് നിന്ന് പ്രിന്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. അതിന്റെ കരുത്ത് എന്ന് പറയുന്നത് അതിന്റെ ഗ്രന്ഥകർത്താവ് അതിനെ ഓൺ ചെയ്യുന്നതാണ്. പക്ഷെ ഈ കാര്യത്തിൽ DC ബുക്സ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു കണ്ടന്റ് എന്റേതല്ല എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പരസ്യമായി വന്ന് മാധ്യമങ്ങളിൽ പറയുമ്പോൾ തീർച്ചയായും ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അരുണ് നേരത്തെ പറഞ്ഞ മറ്റൊരു പോയിന്റ് പ്രസക്തമാണ്. അതിൽ നീലേശ്വരം വെടിക്കെട്ട് അപകടം വരുന്നു, സരിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു. അതായത് 1 മാസം പോലും ആകാത്ത സംഭവങ്ങൾ പോലും ഈ പുസ്തകത്തിന്റെ ഭാഗമായി വരണമെങ്കിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് EP പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇനി ഒരുപക്ഷെ ഈ കാര്യങ്ങളെല്ലാം EP എഴുതിയിട്ടുണ്ടാകുമോ? ഈ പറഞ്ഞതുപോലെ ടൈപ്പ് ചെയ്യാൻ കൊടുത്താൽ ചോർത്തിയതാണോ? ഇനിയിപ്പോൾ അതെന്തായാലും ശരി, അത് പൂർണ്ണമായി ഇപ്പോഴും EP-യുടെ കസ്റ്റഡിയിലിരിക്കുന്നതാണ്. അതിലെ എന്ത് വെട്ടിക്കളയണം, എന്ത് വേണം, എന്ത് കൂട്ടിച്ചേർക്കണം എന്ന് പറയേണ്ട ആൾ EP ജയരാജൻ തന്നെയാണ്. അതേ EP ജയരാജൻ തന്നെയാണ് നമ്മളോടുൾപ്പെടെ പരസ്യമായി പറയുന്നത് അതെന്റെ കണ്ടന്റ് അല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല.